Hello everyone. Structure Design 1 സബ്ജക്റ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് പ്രോബ്ലംസ് ആണ്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ടേംസും അതുപോലെ ഇക്വേഷൻസും കാര്യങ്ങളും നമ്മൾ പഠിച്ചിരുന്നു. കോഡ് ബുക്കിൽ അതിൻ്റെ പേജ് നമ്പേഴ്സും അതുപോലെ എല്ലാ ഇക്വേഷൻസും നോട്ടിൻ്റെ ബാക്കിൽ 1 by 1 ആയിട്ട് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. സോ നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ട് വിചാരിക്കുന്നു. നമുക്ക് ആ ഇക്വേഷൻസും അതുപോലെ ബേസിക്സ് ടേംസും പ്രോബ്ലം വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മളതിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ ബി റെഡി വിത്ത് ഓൾ യുവർ ഇക്വേഷൻസ്. പഠിക്കാൻ പറഞ്ഞ ഇക്വേഷൻസ് മനപ്പാടാക്കേണ്ട ഇക്വേഷൻസ് മനപ്പാടാക്കിയിരിക്കുക. കോഡ് ബുക്കിലുള്ള ഇക്വേഷൻസ് ഏത് പേജ് നമ്പറാണെന്നുള്ള കാര്യങ്ങളും നോട്ട് ചെയ്ത് വയ്ക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് 250 mm wide is 450 mm deep to the center of the tensile reinforcement. Determine the limiting moment of resistance of the beam section and also the limiting area of reinforcement. Use M20 concrete and FE 415 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, എന്താണ് ഒരു ബീമിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ബീമിൻ്റെ സൈസ് അവർ 250 mm വൈഡ് ആൻഡ് 450 mm ഡീപ്പ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ ബീം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ലിമിറ്റിംഗ് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. M20 ഗ്രേഡ് എന്നും അതുപോലെ കോൺക്രീറ്റ് M20 ഗ്രേഡ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ FE 415 ആണ് സ്റ്റീലിൻ്റെ ഗ്രേഡും തന്നിട്ടുണ്ട്. സോ ഗിവൺ എന്നുള്ള കാര്യം നമുക്ക് എഴുതാം. അതുപോലെ ഫിഗർ നമുക്ക് വരയ്ക്കാം അല്ലേ. ഒരു ബീം ഓഫ് 250 mm വൈഡ് എന്നാണ് തന്നിരിക്കുന്നത്. അതേപോലെ ഡീപ്പ് ടു ദ സെൻറ്റർ ഓഫ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സെൻറ്റർ ഓഫ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡെപ്താണ്, നമ്മുടെ എഫക്റ്റീവ് ഡെപ്താണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് 450 mm അല്ലേ. ഓവറോൾ ഡെപ്ത് അല്ല പറഞ്ഞിരിക്കുന്നത്, എഫക്റ്റീവ് ഡെപ്താണ്. അതായത് ടോപ്പിൽ നിന്നും റീഇൻഫോഴ്സ്മെൻറ്റ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 450 mm എന്ന് തന്നിരിക്കുന്നത്. സോ നമ്മളത് മാർക്ക് ചെയ്തു. എന്നിട്ട് ബാക്കി തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. നമുക്ക് ഗിവൺ ബി ഈസ് ഈക്വൽ ടു 250 mm അത് എഴുതി. ഡി ഈസ് ഈക്വൽ ടു 450 mm ആണ്, അതും എഴുതി. അതിനുശേഷം നമുക്ക് എന്താണ് FCK ഈസ് ഈക്വൽ ടു നമുക്ക് 20 തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്, ബൈ യൂസിങ് M20 കോൺക്രീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ FCK ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 20 Nm/mm² ആണ്. അതേപോലെ FI ഈസ് ഈക്വൽ ടു 415 ആണ്. കാരണം അതും നമുക്ക് തന്നിട്ടുണ്ട്, സ്റ്റീലിൻ്റെ ഗ്രേഡ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് MU. നമ്മൾ മുൻപ് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫോർ ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് സ്റ്റീൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ടുള്ള ഫോർമുല പേജ് നമ്പർ 96 സിംപ്ലിഫൈഡ് ഫോർമുലയാണ് ഇത് എഴുതിയിരിക്കുന്നത്. FE 415ൻ്റെ 0.138. ബാക്കിയുള്ള കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. FCKയുടെ വാല്യൂ 20 ആണ്, ബിയുടെ വാല്യൂ 250 ആണ്. 250 ഇട്ടു, അതേപോലെ 450² ചെയ്തു. ഓക്കെ, സോ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 139.725 × 10⁻6 ആണ്. സോ നമുക്ക് 139.725 ഈ തന്നിരിക്കുന്ന വാല്യൂവിനെ നമുക്ക് എന്തായിട്ട് മാറ്റണം, ഇത് കിട്ടിയ വാല്യൂ ഇറ്റ് ഈസ് എൻ ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ്. സോ നമ്മൾ അതിന് എന്ത് ചെയ്യണം, അതിനെ നമുക്ക് കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റണം. സോ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂട്ടണിന് കിലോ ന്യൂട്ടണിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അതേപോലെ MM-ൽ നിന്നും മീറ്ററിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000. സോ ഓൾ ടുഗദർ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് 139.729 ആണ്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് PT ലിമിറ്റാണ് അല്ലേ. ലിമിറ്റിംഗ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. PT ലിമിറ്റ് ഇസ് ഈക്വൽ ടു, അതിൻ്റെയും സിംപ്ലിഫൈഡ് ഫോർമുല നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ എഴുതിയിരുന്നു, 19.86 FCK/FI. സോ എന്നിട്ട് അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 19.86 × 20 ഡിവൈഡഡ് ബൈ 415. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.957% എന്നാണ്. സോ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീലാണ് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ, AST ലിമിറ്റ്. സോ അതിൻ്റെ ഫോർമുല എന്താണ്, PT × B × D ഡിവൈഡഡ് ബൈ 100 ആണ് അതിൻ്റെ ഫോർമുല. സോ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.957 × 250 × 450 ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 1077 mm² ആണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. Let's see the next question.
Find the ultimate moment of resistance of singly reinforced rectangular beam section 200 mm by 400 mm, effective depth reinforced with 3 bars of 16 mm dia. Concrete is of M20 grade and characteristic strength of steel is 450 Newton per mm square. Take E is equal to 200 kilonewton per mm square എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഒരു സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ കേസസാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ബീമിൻ്റെ സൈസും അതുപോലെ എഫക്റ്റീവ് ഡെപ്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കത് വരയ്ക്കാം അല്ലേ. ഒരു ബീം നമ്മൾ വരച്ചു. അപ്പോൾ ആ ബീമിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു റീഇൻഫോഴ്സ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 3 ബാഴ്സസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ബാഴ്സസ് നമുക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബീമിൻ്റെ സൈസ് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബീമിൻ്റെ സൈസ് അവർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ബീമിൻ്റെ സൈസ് അവർ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഹാവ് 200 mm ബൈ എഫക്റ്റീവ് ഡെപ്ത് ആണ് 400 mm അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ് ടു ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരെയുള്ള ഡെപ്ത് 400 mm നമ്മൾ മാർക്ക് ചെയ്തു. സോ സൊല്യൂഷൻ എഴുതാണ്. എന്താണ് ആദ്യം നമുക്ക് ഗിവൺ എഴുതാം അല്ലേ. ഗിവൺ നേരത്തെ പോലെ ഗിവൺ എഴുതുന്ന സമയത്ത് നമുക്ക് എന്താ എഴുതേണ്ടത്, ബി ഈസ് ഈക്വൽ ടു എത്രയാണ് 200, അതുപോലെ ഡി ഈസ് ഈക്വൽ ടു 400 mm അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ്, ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് സ്റ്റീലാണ്. അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയണത് ഇവിടെ 3 ബാർസ് ആണെന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. 3 ബാർസാണ് ഓഫ് 16 mm ഡയ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ 3 ബാറാണ്. അപ്പോൾ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക, 3 × π/4 × d² അല്ലേ. ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല π/4 × d² ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 × π/4. ഇവിടെ ഡയമീറ്റർ 16 ആണ്. സോ 16 സ്ക്വയർ ചെയ്യുക. സോ വി ഗെറ്റ് ഇറ്റ് 600 mm സ്ക്വയർന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് M20 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് തന്നിട്ടുള്ളത്. M20 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. സോ ദ FCK ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, FCK വിച്ച് ഇസ് ഈക്വൽ ടു 20 Newton per mm സ്ക്വയർ ആണ് വരിക. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റീലിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. തന്നിട്ടുള്ള ഗ്രേഡ് 415 ആണ്. സോ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് FY ഇസ് ഈക്വൽ ടു എത്രയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 415 ആണ് നമുക്ക് വരിക ഓഫ് സ്റ്റീൽ വിച്ച് ഇസ് ഈക്വൽ ടു 415 Newton per mm സ്ക്വയർ ആണ് വരിക. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇയും തന്നിട്ടുണ്ട് അല്ലേ. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു 200 kilonewton per mm സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ഇക്വേഷനിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു മേക്ക് ഇറ്റ് ഓൺ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലേക്ക് മാറ്റണം. സോ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു ന്യൂട്ടൺ. സോ 200 × 10⁻³ ആണ്. സോ ഓൾ ടുഗദർ ഞാൻ 2 × 10⁵ Newton per mm സ്ക്വയറിന് എഴുതിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ആണ്. ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പേജ് നമ്പർ 70 എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട. യു ക്യാൻ സീ ദാറ്റ് ഓൺ പേജ് നമ്പർ 70. പേജ് നമ്പർ 70 കോഡ് ബുക്ക് IS 456 എടുത്തു കഴിഞ്ഞാൽ പേജ് നമ്പർ 70 നമുക്കത് കാണാൻ പറ്റും. XU max/d എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനാണ് അല്ലേ. XU max/d is equal to 0.0035 divided by 0.0055 plus 0.87 FI divided by ES എന്നായിരുന്നു അല്ലേ. FI divided by ES എന്നായിരുന്നു എൻ്റെ ഫോർമുല. സോ നമുക്ക് നമ്മുടെ ഗ്രേഡ് ഇവിടെ ഏതാണ്, FIയുടെ കേസസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.48 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പേജ് നമ്പർ 70 അതുണ്ട്. സോ നിങ്ങളത് ഡയറക്റ്റായിട്ട് ആ വാല്യൂസ് എടുത്ത് എഴുതിയാൽ മതി. ഓരോ ഗ്രേഡിനും ഓരോന്നായിരുന്നു അല്ലേ. FE 250 ഒരു വാല്യൂ ഉണ്ടായിരുന്നു, FE 415 ഉണ്ടായിരുന്നു, അതുപോലെ FE 500 ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 വാല്യൂസസ് നിങ്ങൾക്ക് കോഡ് ബുക്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് എഴുതാം. സോ നമ്മൾ ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് കണ്ടുപിടിച്ചു. ഇനി ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്ച്വൽ കേസസിൽ അല്ലേ. അപ്പോൾ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസിൻ്റെ ഫോർമുല അതെന്ന് പറയുന്നത് എന്താണ്, XU/d is equal to 0.87 FIAST divided by 0.36 FCK into B into D എന്നാണ് ഫോർമുല. സോ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 0.87
ഇൻറ്റു 415 ഇൻറ്റു 600 ASC നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ, ഡിവൈഡഡ് ബൈ 0.36 FCK ഇൻറ്റു 200. ബിക്ക് പകരം 200 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടിക്ക് പകരം 400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്യുന്ന സമയത്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.367 ആണ് കിട്ടുക. സോ നമുക്കത് വെക്കാം. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് പേജ് നമ്പർ 96 സോ അത് ഓർത്ത് വെച്ചാൽ മതി. പേജ് നമ്പർ 96 XU/Dയുടെ ഇക്വേഷൻ ഉണ്ട്. സോ യു ഡോണ്ട് ഹാവ് ടു ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം നെക്സ്റ്റ്? നമ്മുടെ ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസും അതുപോലെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസും കമ്പയർ ചെയ്യണം അല്ലേ. XU/Dയും അതുപോലെ XU/max/D കമ്പയർ ചെയ്യാം. അപ്പോൾ XU/D നമുക്ക് കിട്ടിയത് ഇപ്പോൾ എത്രയാണ്? 0.376 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ XU/max/D അല്ലേ. 415 ഗ്രേഡ് ഓഫ് സ്റ്റീലിന് നമുക്ക് ഉള്ളത് എത്രയാണ്? 0.48 ആണ്. സോ വിച്ച് ഇസ് ലെസ് ദാൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ബീം ഇസ് എന്താണ്? അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണ് അല്ലേ. ലെസ് ദാൻ വരുമ്പോൾ എപ്പോഴും എന്താണ്? അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണ്. ഗ്രേറ്റർ ദാൻ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഓവർ റെയിൻഫോഴ്സ്ഡ് ആയിരിക്കും. സോ പേജ് നമ്പർ 96 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ റെയിൻഫോഴ്സിൻ്റെ ഇക്വേഷൻ ഉണ്ട് അല്ലേ. എംയുടെ ലിമിറ്റിംഗ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ട്. സോ എംയുടെ ഇക്വേഷൻ നമുക്ക് അതിൽ നിന്ന് നോക്കി എഴുതാൻ പറ്റും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് എംയുടെ ഇക്വേഷൻ എന്തായിരുന്നു? പേജ് നമ്പർ 96 എടുത്തിട്ട് എല്ലാവരും നോക്കൂ എന്താണ് ഇക്വേഷൻ എന്നുള്ളത്. mu is equal to 0.87 FI AST into D into 1 minus FI AST divided by FCK into B into D ആണ് ഫോർമുല അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, എല്ലാം എഴുതുക. 0.87 FIക്ക് പകരം എന്തിടണം? 415 ഇടണം. AST നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 600 ഇൻറ്റു D is 400. 1 minus 415 ഇൻറ്റു again AST 600, FCK 20 ആണെന്നറിയാം, ഇൻറ്റു 200 ഇൻറ്റു 400. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്ന ഒരു വലിയ വാല്യൂ ആണ്. സോ 72967916 എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ MM-ലാണ് നമ്മുടെ യൂണിറ്റ് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ കിലോ ന്യൂട്ടണിക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ 1000 ചെയ്യണം. അതുപോലെ MM-ൽ നിന്നും എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ അതിന് ഡിവൈഡഡ് ബൈ 1000 ചെയ്തു. സോ നമുക്ക് ഫൈനലി കിട്ടുന്ന വാല്യൂ 72.97 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇത് ഒരു മെത്തേഡാണ്. ഇതല്ലാതെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡിലൂടെ ചെയ്യാം. നമ്മൾ MU പഠിക്കുന്ന സമയത്ത്, ലിമിറ്റിംഗ് മൊമെൻറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിരുന്നു. എന്തായിരുന്നു ആ ഇക്വേഷൻ? വാട്ട് വാസ് ദാറ്റ്? mu is equal to എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആയിരുന്നു അല്ലേ. സോ mu is equal to 0.87 FI AST ഇൻറ്റു D മൈനസ് 0.42 ഇൻറ്റു XU ആണ് അല്ലേ. അതാണ് ആ ഫോർമുല എന്ന് പറയുന്നത്. സിംപ്ലിഫൈഡ് ഫോർമുലയാണ്. സോ ഇതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 ഇൻറ്റു 415 ഇൻറ്റു AST ഓൾറെഡി കണ്ടുപിടിച്ചു. സോ ഇൻറ്റു 600 ഇൻറ്റു ഡിക്ക് പകരം എഗെയിൻ നമ്മൾ എന്ത് കൊടുക്കുക? 400 ആണ് എഫക്റ്റീവ് ഡെപ്ത്, മൈനസ് 0.42 ഇൻറ്റു XUക്ക് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? XUയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് XU/D ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 0.376 ആണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ XUക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സോ ഫ്രം ദാറ്റ് ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 1 നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചു അല്ലേ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുമാണ് നമുക്ക് XUക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. XUക്ക് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എന്താണ് കിട്ടുക? സോ വി ഗെറ്റ് ഇറ്റ് ആസ് ഫൈനലി which is equal to XU is equal to 0.376 into Dക്ക് പകരം 400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫൈനൽ ഇക്വേഷൻ MU will be equal to 0.87 into 415 into 600 ഇൻറ്റു 400 മൈനസ് 0.42 ഇൻറ്റു XUക്ക് പകരം 0.376 ഇൻറ്റു 400 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് 72967916 ന്യൂട്ടൺ MM എന്നാണ് നമുക്ക് കിട്ടുക. ഇതിനെ നമുക്ക് നേരത്തെ പോലെ എന്തിന് കിലോ ന്യൂട്ടൺ
മീറ്ററിലേക്ക് മാറ്റണം. സോ ഡിവൈഡഡ് ബൈ അഗൈൻ 10⁻6 ഡയറക്റ്റായിട്ട് ചെയ്യാം. സോ വി ഫൈനലി ഗെറ്റ് ഇറ്റ് 72.97 kN/m. ഇതൊരു മെത്തേഡാണ്. ഇതല്ലാതെ തന്നെ ഇനിയൊരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. SP16 നമ്മൾ IS 456ൻ്റെ കൂടെ SP16 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ പേജ് നമ്പർ 48 എടുക്കുക. കാരണം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന FCK വാല്യൂ എന്ന് പറയുന്നത് 20 Nm/mm² ആണ് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വരുന്നത് പേജ് നമ്പർ 48 ആണ്. സോ ആ പേജ് നമ്പർ 48 എടുത്ത് വെച്ചിട്ട് വേണം ഈ ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് ചെയ്യാൻ. സോ ഇതിൽ നമ്മൾ SP16 പേജ് 48 എടുത്തു കഴിഞ്ഞാൽ അവിടെ FCK 20 ബേസ് ചെയ്തിട്ടുള്ള ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഫ്ലെക്ചർ റീഇൻഫോഴ്സ്മെൻറ്റ് പെർസെൻറ്റേജ് PT ഫോർ സിംഗ്ലി റീഇൻഫോഴ്സ് സെക്ഷൻ ആണ്. സോ ദാറ്റ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഫസ്റ്റ്. സോ PT ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം 100 × AST ഡിവൈഡഡ് ബൈ B × D ആണ്. സോ നമുക്കിതിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. 100 × 600 ഡിവൈഡഡ് ബൈ 200 × 400. സോ ഓൾ ടുഗദർ നമുക്ക് കിട്ടുന്നത് 0.75 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. SP16 FCK 20 Nm/mm² കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. പേജ് നമ്പർ 48 ആണ്. ആ പേജ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് നമുക്കിവിടെ വേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന FI ഗ്രേഡ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 415 ആണ് അല്ലേ. അപ്പോൾ 415 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നോക്കേണ്ടത്. നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എത്രയാണ്? 0.75. അപ്പോൾ 0.75 കറസ്പോണ്ടിങ് ആയിട്ടുള്ള MU/BD² വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അതിന് നിയർ ബൈ ആയിട്ടുള്ള വാല്യൂസ് എവിടെയാണ് വരുന്നത് നോക്കൂ. ഇതാ ഇവിടെ 0.749 നമുക്ക് കിട്ടിയ വാല്യൂ 2.28 ആണ്. 0.757 നമുക്ക് കിട്ടുന്ന വാല്യൂ 2.30 ആണ് അല്ലേ. നമുക്ക് പക്ഷേ ഏത് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് വേണ്ടത്? 0.75 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സിമിലർ ട്രയാങ്കിളുടെ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. നമുക്കതൊന്നുകൂടെ എഴുതാം. നമുക്ക് കിട്ടിയത് SP16 നമുക്ക് കിട്ടിയത് എന്താണ്? നമുക്ക് 2.28 ആണ് കറസ്പോണ്ടിങ് 0.749 കിട്ടിയത്. വേറെസ് 2.30 ആണ് നമുക്ക് എന്തിന് കിട്ടിയത്? 0.757 കിട്ടിയത് അല്ലേ. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള 0.75ക്കുള്ള വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് സിമിലർ ട്രയാങ്കിളുടെ പ്രിൻസിപ്പൽ യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ സോൾവ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2.28 ആണ്. ദെൻ നെക്സ്റ്റ് വാല്യൂ നമുക്ക് കിട്ടിയത് 2.30 ആണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. 2.28ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 0.749 ആണ്. അതേപോലെ 2.30 വാല്യൂ എന്ന് പറയുന്നത് 0.757 ആണ് അല്ലേ. 757 ആണ്. അപ്പം നമുക്ക് വേണ്ട വാല്യൂ ഏതാണ്? 0.75ക്കുള്ള വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എങ്ങനെയാണത് സിമിലർ ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് നോക്കേണ്ടത്. സോ ഞാനിതൊരു ട്രയാങ്കിളായിട്ട് കൺവേർട്ട് ചെയ്തു. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഹൈറ്റ്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2.30 മൈനസ് 2.28 ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് 0.02. സിമിലർലി നമുക്ക് ബേസും കണ്ടുപിടിക്കണം അല്ലേ. ബേസ് എത്രയാണെന്നുള്ളത് അപ്പോൾ നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 0.75 ആണ്. അവിടുത്തെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് ഇറ്റ് ബി എക്സ്. സോ ബൈ ടേക്കിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് സിമിലർ ട്രയാങ്കിൾ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? സിമിലർ ട്രയാങ്കിൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 0.02 ഡിവൈഡഡ് ബൈ ഏത് വാല്യൂ ആണ്? 0.008 ആണ്. ഈ 0.08 എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹോൾ ട്രയാങ്കിളുടെ ബേസ് ആണ്. അതെങ്ങനെയാണ് വന്നു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 0.757 മൈനസ് 0.749 ചെയ്ത് കഴിഞ്ഞാൽ 0.008 കിട്ടും. അതുപോലെ 0.75 മൈനസ് 0.749 ചെയ്ത് കഴിഞ്ഞാൽ 0.001 കിട്ടും. എന്നിട്ട് നമ്മൾ സിമിലർ ട്രയാങ്കിൾ പ്രിൻസിപ്പൾ യൂസ് ചെയ്ത് ചെയ്യുകയാണ്. സോ 0.02 ഡിവൈഡഡ് ബൈ ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ദ എക്സ് വാല്യൂ ഇസ് ഈക്വൽ ടു 0.0025 എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടേണ്ട MU/BD² വാല്യൂ ഫൈനൽ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 2.28 പ്ലസ് എക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2.28 പ്ലസ് 0.0025. സോ ഓൾ ടുഗദർ ഇറ്റ് ഈസ് ഈക്വൽ ടു 2.2
2825 എന്നാണ് കിട്ടുക. അപ്പോൾ അതാണ് നമ്മുടെ mu/BD². അതിൽ നിന്നും നമ്മൾ mu വാല്യൂ കണ്ടുപിടിക്കുകയാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2.2825 ഇൻറ്റു 200 ഇൻറ്റു 400² എന്ന് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് വിച്ച് ഇസ് ഈക്വൽ ടു 73 kN/m. അത് തന്നെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ. So let's see the next question. A beam of rectangular section 250 mm wide and 500 mm effective depth is provided with 4 bars of 18 mm dia as tensile steel. Find the depth of neutral axis. Use M20 concrete and Fe 250 steel എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗിവൺ കാര്യങ്ങൾ എഴുതാം അല്ലേ. ഗിവണിൽ B is equal to 250 തന്നിട്ടുണ്ട്, D is equal to 500 mm തന്നിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഇസ് പ്രൊവൈഡഡ് വിത്ത് 4 bars ആണ് പറഞ്ഞിരിക്കുന്നത്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെ ഏരിയ ഓഫ് സ്റ്റീൽ കാണാം. ഏരിയ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? π/4 d² ആണ്. ഇവിടെ 4 ബാർ ആയതുകൊണ്ട് 4 ഇൻറ്റു π/4 d² ആണ് നമുക്ക് വരുന്നത് അല്ലേ. സോ ഡയാമീറ്റർ 18 ആണ്. സോ we can write it as 18 square. So finally we get it as 1017.36 mm² എന്ന് നമുക്ക് എഴുതാം. സോ അങ്ങനെ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടി. നെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു കാര്യം FCK is equal to 20 Newton തന്നിട്ടുണ്ട് അല്ലേ. 20 Newton/mm² തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ FI is equal to 250 Newton/mm² തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എഴുതി. ഫ്രം ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസിൻ്റെ ഫോർമുല എന്താണ്? 0.87 FYAST ഡിവൈഡഡ് ബൈ 0.36 FCK ഇൻറ്റു B ഇൻറ്റു D ആണ് നമ്മുടെ ഫോർമുല. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 ഇൻറ്റു FIക്ക് പകരം എത്രയാണ് നമുക്ക് കൊടുക്കേണ്ടത്? 250 ആണ്. ഇൻറ്റു ASTയുടെ വാല്യൂ 1017 ഡിവൈഡഡ് ബൈ 0.36 ഇൻറ്റു 20 ഇൻറ്റു 250 ഇൻറ്റു 500 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഫൈനലി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.245 ആണ്. സോ കാൽക്കുലേറ്ററിൽ എല്ലാവരും ചെയ്യാം കേട്ടോ. സോ നമുക്ക് കിട്ടിയത് 0.245 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസിൻ്റെ വാല്യൂ നമുക്ക് പ്രീവിയസ്ലി പോലെ ഫുൾ ഇക്വേഷൻ എഴുതണ്ട. ഡയറക്റ്റായിട്ട് FE 250ക്ക് നമുക്ക് അറിയാമല്ലേ വാല്യൂ എത്രയാണ്? XU max/D എന്ന് പറയണത് ഫോർ 250 ഗ്രേഡ് ഓഫ് സ്റ്റീലിന് ഇറ്റ് ഈസ് 0.53 ആണ്. സോ ഫ്രം പേജ് നമ്പർ 70 നമുക്കത് ഡയറക്റ്റായിട്ട് കിട്ടും. സോ നമുക്ക് കമ്പയർ ചെയ്യാം. XUD ഇവിടെ എത്രയാണ്? 0.245 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ XU max/D ആണ് അല്ലേ. അതായത് എന്താണ്? 0.245 is less than 0.53. So hence the section is എന്താണ്? It is under reinforced ആണ്. So section is under reinforced. So accept ചെയ്യാൻ പറ്റും അല്ലേ. under reinforced ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെക്ഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യും. ഓവർ reinforced ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീഡിസൈൻ ചെയ്യേണ്ടി വരും. The next problem is a beam of rectangular section of 250 mm wide, 450 mm deep to the center of the tensile reinforcement is provided with 4 bars of 18 mm bars. Then find the ultimate moment of resistance. Use M20 concrete and Fe 250 steel എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ നമുക്ക് ഫിഗർ ആദ്യം വരയ്ക്കാം. ഫിഗർ എത്രയാണ് സൈസ്? നമുക്ക് 215 തന്നിട്ടുണ്ട്. അതുപോലെ 450 mm ഡീപ്പ് ടു ദ സെൻറ്റർ ഓഫ് ദ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ എഫക്റ്റീവ് ഡെപ്ത് തന്നെയാണ് ഡയറക്റ്റായിട്ട് തന്നിട്ടുള്ളത്. സോ നമുക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദേ ഹാവ് ഗിവൺ ഓൾ ദ തിങ്സ്. ആൻഡ് അതുപോലെ 4 bars ആണ് പറഞ്ഞിട്ടുള്ളത് ഓഫ് 18 mm ഡയ അല്ലേ. 18 mm ഡയ ഉള്ള 4 ബാറാണ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ലൈക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ വി ക്യാൻ റൈറ്റ് ഗിവൺ. എന്താണ് ഗിവൺ തന്നിരിക്കുന്നത്? സ്മോൾ b ഈസ് ഈക്വൽ ടു 250. സ്മോൾ b ഈസ് ഈക്വൽ ടു 250 തന്നിട്ടുണ്ട്.
അതുപോലെ ഡി എത്രയാണ്, സ്മോൾ ഡി ഈസ് ഈക്വൽ ടു 450 എന്നും തന്നിട്ടുണ്ട് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഏരിയ ഓഫ് ദ സ്റ്റീൽ കണ്ടുപിടിക്കാൻ പറ്റും. 4 ബാറ്. അപ്പോൾ ഒരു ബാറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് π/4 × 18² ആണ്. 18 ആണ് ഡയ, അതുകൊണ്ടാണ് അത് ചെയ്യുന്ന സമയത്ത് 1017 mm² എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ തന്നിട്ടുള്ളത് M20 ആണ്. സോ ഗ്രേഡ് കോൺക്രീറ്റ്, സോ FCK ഈസ് ഈക്വൽ ടു 20 Nm/mm². അതേപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട് FI അല്ലേ, സ്റ്റീലിൻ്റെ ഗ്രേഡ് അതാണ്, FE 250 ആണ്. സോ വി ക്യാൻ റൈറ്റ് FI ഈസ് ഈക്വൽ ടു 250 Nm² എന്നുള്ള കാര്യം എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ലൈക്ക് ദ പ്രീവിയസ് വൺ, XU max/D നമുക്ക് ആദ്യം എഴുതണം അല്ലേ. XU max/D എന്ന് പറയുന്നത് ഫോർ 250 ഗ്രേഡ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് പേജ് നമ്പർ 70 ബോക്സിലുണ്ട്. അത് ഡയറക്റ്റായിട്ട് എടുത്ത് എഴുതിയാൽ മതി. അത് എത്രയാണ് ഫോർ 250 ഗ്രേഡ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഈക്വൽ ടു 0.53 ആണ്. 0.53 ആണ് ആ വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടി ഫ്രം പേജ് നമ്പർ 70 IS 456. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഓരോ ഗ്രേഡ് ഓഫ് സ്റ്റീൽ വരുന്ന സമയത്തും ന്യൂട്രൽ ആക്സിസ്, ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് തന്നെ ഡയറക്റ്റായിട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് XU/D, ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്തതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഇറ്റ് 0.87 FIAST ഡിവൈഡഡ് ബൈ 0.36 FCK × B × D ആണ്. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 ഇൻറ്റു FIക്ക് പകരം 250 ആണ്, ഇൻറ്റു AST നമ്മൾ കണ്ടുപിടിച്ചു 1017 ഡിവൈഡഡ് ബൈ 0.36 ഇൻറ്റു FCK 20 ആണ്, ഇൻറ്റു B 250 ഇൻറ്റു 450. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്ന വാല്യൂ 0.273 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ നമുക്ക് കമ്പയർ ചെയ്യണം അല്ലേ. XU/Dയും അതേപോലെ XU max/Dയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി XU/D ഈസ് ലെസ് ദാൻ XU max/D ആണ്. സോ ദാറ്റ് എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ, ദ സെക്ഷൻ ഇസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ അല്ലേ. ദ സെക്ഷൻ ഇസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സിൻസ് XU/D ഈസ് ലെസ് ദാൻ XU max/D ആയതുകൊണ്ട് അണ്ടർ റീഇൻഫോഴ്സ്ഡ്. സോ MU ലിമിറ്റിൻ്റെ ഫോർമുല നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എന്താണ് MU ലിമിറ്റ്? MUയുടെ ഫോർമുല അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ ഫോർമുലയാണ് നമുക്കിവിടെ എഴുതേണ്ടത്. സോ ആ ഫോർമുല നിങ്ങൾ എടുത്ത് എഴുതുക. പേജ് നമ്പർ 96 അതിലുണ്ട് അല്ലേ, 96 സോ ഫോർമുല എഴുതുക. 0.87 FIAST ഇൻറ്റു D - 0.42 ഇൻറ്റു XU. എന്നിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. സോ അതെല്ലാം ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.87 ഇൻറ്റു 250 ഇൻറ്റു 1017 AST വാല്യൂ ഇൻറ്റു ഡെപ്ത്ത് 450 ആണ്, മൈനസ് 0.42 ഇൻറ്റു XUയുടെ വാല്യൂ നമുക്ക് XU/D നമ്മൾ മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 0.273 ഇൻറ്റു ഡെപ്ത്ത് കൂടെ ചെയ്യണം, ഇൻറ്റു 450 ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് വാട്ട് ഈസ് ദ MU വാല്യൂ. സോ ഫൈനലി നമുക്കത് സോൾവ് ചെയ്യുന്ന സമയത്ത്, സോ ഇതിൽ നിന്നാണ് കേട്ടോ XU കിട്ടിയത്. XU/D ഈസ് ഈക്വൽ ടു 0.273 ആണ്. സോ ഡീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, 0.273 ഇൻറ്റു 450 എന്ന് കിട്ടും. അത് ഫൈനലി ഇതെല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 881257.6 എന്നാണ് കിട്ടുക. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, കിലോ ന്യൂട്ടണിലേക്കും മീറ്ററിലേക്കും ആക്കണം അല്ലേ. അപ്പോൾ നേരത്തെ പോലെ ഇതെന്ന് പറയണത് കിലോ ന്യൂട്ടണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും ഇതെന്ന് പറയണത് മില്ലിമീറ്റർ ടു മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ ഫൈനലി നമുക്ക് കിട്ടുന്ന വാല്യൂ 88.125 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നായിരിക്കും നമ്മുടെ ഫൈനലി ലിമിറ്റിംഗ് മൊമെൻറ്റ് കിട്ടുക. സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. Our next question is, find the limiting moment of resistance of a singly reinforced rectangular beam section 250/400 mm. Concrete uses M20 grade. Characteristic strength of steel is 450 Nm/mm². Effective cover to the reinforcement is 25 mm. ES is equal to 200 kN/mm² എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് എന്താണ് ബീമിൻ്റെ സൈസ് തന്നിട്ടുണ്ട്, അതുപോലെ എഫക്റ്റീവ് കവറാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത്ത് തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങളിവിടെ നോട്ട് ചെയ്യണം. നമുക്കിതിൻ്റെ ഫിഗറും
ഗിവൺ ഡേറ്റം ആദ്യം എഴുതാം. സോ നമ്മുടെ ഫിഗർ വരയ്ക്കാം. സൈസ് എത്രയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 250/400 ആണ് അല്ലേ. അതെന്ന് പറയുന്നത് ശരിക്കുള്ള സൈസാണ്. ഓവറോൾ ഡെപ്താണ് ഇവിടെ 400 എന്ന് പറയണത്. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുള്ള കവർ തന്നിട്ടുണ്ട് അല്ലേ. കവർ തന്നിട്ടുണ്ട്, അവർ എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. എഫക്റ്റീവ് കവർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 25 mm. DC എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അത് 25 mm ആണ് തന്നിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് വി ഹാവ് ടു അറൈവ് വാട്ട് ഈസ് അവർ സ്മോൾ d. സോ B is equal to 250. ക്യാപിറ്റൽ D ആണ് 400 എന്ന് തന്നിരിക്കുന്നത്. സ്മോൾ d അപ്പോൾ എന്തായിരിക്കും? 400 മൈനസ് സ്മോൾ d DC, ദാറ്റ് ഈസ് 400 മൈനസ് കവർ മൈനസ് 25 ചെയ്യുന്ന സമയത്ത് 375 mm ആണ് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലേ. ES is equal to 200 kN/mm² എന്നും തന്നിട്ടുണ്ട് അവർ. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് XU max/D ആണ്. സോ നമുക്ക് XU max/D which is equal to എത്രയാണ്? നമുക്ക് പേജ് നമ്പർ 70 നിന്ന് ഫോർ FE415ക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. ഇറ്റ് 0.48 അല്ലേ. ഫോർ FE415 പേജ് നമ്പർ എത്രയാണ്? 70 ആണ്. ഇത് മറന്നു പോകരുത് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് 0.48 ആണെന്ന് കിട്ടി. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഇവിടെ നമുക്ക് നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിലും അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 96 അല്ലേ. 96 ആ ഇക്വേഷനിൽ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. mu limit is equal to 0.36 XU max divided by D into 1 minus 0.42 XU max by D into BD square into FCK ആണ് നമ്മുടെ ഫോം. ഇതാണ് ഇക്വേഷൻ which is equal to 0.36 into XU max Dക്ക് പകരം 0.48 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം into 1 minus 0.42 into XU max D ക്ക് again 0.48 into B ക്ക് പകരം 250 into 375 സ്ക്വയർ ഇൻറ്റു FCK 20. സോ ഫൈനലി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 97705600 ന്യൂട്ടൺ mm ആണ്. അപ്പോൾ പ്രീവിയസ്ലി പോലെ നമ്മൾ എന്ത് ചെയ്യണം? അഗൈൻ ഡിവൈഡ് ബൈ 10⁻³ കിലോ ന്യൂട്ടണും 10⁻³ mm നിന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫൈനലി വി ഗെറ്റ് ഇറ്റ് ആസ് 97.70 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ ഇതൊരു മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ്, ഓൾട്ടർനേറ്റീവ് മെത്തേഡ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓൾട്ടർനേറ്റീവ് മെത്തേഡിൽ നമ്മൾ ഓൾറെഡി ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. mu ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.36 FCK ഇൻറ്റു ബി ഇൻറ്റു XU max ഇൻറ്റു D മൈനസ് 0.42 XU max എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫോർമുലയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസസ് കിട്ടും. സോ 0.36 ഇൻറ്റു 20 ഇൻറ്റു 250 ഇൻറ്റു XU മാക്സിന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 0.48 ഇൻറ്റു D കൂടെ ചെയ്യണം അല്ലേ. 0.48 ഇൻറ്റു 375 കൂടെ നമുക്ക് അവിടെ ചെയ്യണം. കാരണം നമ്മളത് പ്രീവിയസ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും അറിയും വിചാരിക്കുന്നു. സോ ഇൻറ്റു 375 ഇൻറ്റു D ആണ് 375 ഇൻറ്റു 0.42 minus 0.42 into 0.48 into 375. ഓക്കെ, XU മാക്സിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? XU മാക്സ് ബൈ D ആണ് നമ്മുടെ 0.48. സോ XU മാക്സ് ഇസ് ഈക്വൽ ടു 0.48 ഇൻറ്റു 375. അങ്ങനെയാണ് XU മാക്സിന് പകരം നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അത് മറക്കണ്ട. സോ ഇതെല്ലാം കൂടി നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 97.70. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. അതേപോലെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ദ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് റെക്ടാങ്കുലർ ബീം സെക്ഷൻ ഫോർ 200/400 mm effective depth reinforced with 4 bars of 16 mm dia HYST bars. Take M20 grade and Fi is equal to 450 Newton/mm² എന്നും തന്നിട്ടുണ്ട്. അതേപോലെ ES is equal to 200 kN/mm² എന്നും തന്നിട്ടുണ്ട്.
സോ നമുക്ക് സൊല്യൂഷൻ ചെയ്യാം. സൊല്യൂഷനിൽ ആദ്യം നമുക്ക് ഗിവൺ വാല്യൂസസ് എഴുതാം. ബി ഈസ് ഈക്വൾ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 200 ആണ് തന്നിരിക്കുന്നത്. ഡി ഈസ് ഈക്വൾ ടു 400 ആണ് അല്ലേ. അപ്പോൾ ഫിഗർ വരയ്ക്കാം. സോ ബ്രെത്ത് ഈസ് ഈക്വൾ ടു 200, അതേപോലെ ഡെപ്ത് ഈസ് ഈക്വൽ ടു, ഡെപ്ത് അവർ എഫക്റ്റീവ് ഡെപ്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരെയുള്ള ടോപ്പിൽ നിന്നുമുള്ള ഡെപ്താണ് നമ്മുടെ 400 എന്ന് പറയുന്നത്. സോ 400 മാർക്ക് ചെയ്തു, അതേപോലെ 200 എന്ന് പറയുന്നത് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതാണ്? ഏരിയ ഓഫ് സ്റ്റീലാണ് അല്ലേ. 4 ബാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓഫ് 16 mm ഡയ. അപ്പോൾ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക? 4 × π/4 × 16² ആണ് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല. സോ വിച്ച് ഈസ് ഈക്വൽ ടു 803.8 mm² എന്നാണ് നമുക്ക് വരിക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ AST ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ് നമ്മുടെ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പേജ് നമ്പർ 70 എന്ന് നമുക്ക് എഴുതാം അല്ലേ. XU max എന്ന് പറയുന്നത് XU max by D is equal to 0.48 ആണ് ഫോർ FE415 എന്ന് പറയുന്നത്. പേജ് നമ്പറിൽ 70 ആ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? XU by D ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷനും ഏതാ? പേജ് നമ്പർ 96 പേജ് നമ്പർ 96 നോക്കിയിട്ട് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നോക്കി ഇക്വേഷൻ എഴുതുക. എന്താണ് ഇക്വേഷൻ? 0.87 FIAST divided by 0.36 FCK into B into D ആണ് നമ്മുടെ ഫോർമുല. വാല്യൂസസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.87 415 into 803.5 divided by 0.36 into 20 into 200 into D എന്ന് പറയുന്നത് 400 ആണ്. എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. സോ ഫൈനലി നമുക്ക് 0.503 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം നമുക്ക് എന്നിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എത്രയാണ് കിട്ടിയത്. നമ്മുടെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഇസ് എത്രയാണ്? ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് XU max. ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസിനേക്കാളും ഗ്രേറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സെക്ഷൻ എന്തായിരിക്കും? ഇവിടുത്തെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓവർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. സോ നമ്മളതവിടെ എഴുതണം അല്ലേ. നമ്മളിവിടെ എഴുതണം ദാറ്റ് ഈസ് സെക്ഷൻ എന്ന് പറയുന്നത് ഓവർ റീഇൻഫോഴ്സ്ഡ് ആണ്. ദെർഫോർ ദ ബീം ഹാസ് ടു ബി റീഡിസൈൻ ചെയ്യണം അല്ലേ. റീഡിസൈൻ ചെയ്യണം. കാരണം എന്താണ്? ഇവിടുത്തെ XU max by D എന്ന് പറയുന്നത് ലെസ് ദാൻ XU by D ആണ്. സോ എന്താണ് ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ XU by D എന്ന് പറയുന്നത് ഇസ് റെസ്ട്രിക്റ്റഡ് ടു XU max by D ആണ്. അതായത് എത്രയാണ് വാല്യൂ? വിച്ച് ഇസ് ഈക്വൽ ടു 0.48. XU by Dയുടെ വാല്യൂ നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നു? നമ്മുടെ XU maxൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നു. 0.48 ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് അതിനെ വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യുന്നത്. സോ പേജ് നമ്പർ 96 ഓവർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ. MUയുടെ ഫോർമുല അവിടുത്തെ ഉണ്ട് പേജ് നമ്പർ 96. സോ അത് റെഫർ ചെയ്യുക. സോ എന്താണ് ഫോർമുല? MU is equal to MU limit is equal to 0.36 XU max by D into 1 minus 0.42 into XU max divided by D the whole into BD square into FCK ആണ് നമ്മുടെ ഫോർമുല. സോ ഈ പേജ് നമ്പർ 96 ഇതേ ഫോർമുല ഉണ്ട്. നിങ്ങളൊന്നും ചെയ്യേണ്ട, അത് എഴുതിയിട്ട് അതിലുള്ള വാല്യൂസസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാവും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.36 into 0.48 into 1 minus 0.42 into 0.48 into BD square അല്ലേ. അപ്പോൾ 200 into 400 square into FCKയുടെ വാല്യൂ 20 ആണ്. സോ 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഫൈനലി നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 88296653 ന്യൂട്ടൺ mm ആണ്. ഇതൊക്കെ നമുക്ക് എന്തിട്ട് ചെയ്യണം? കിലോ ന്യൂട്ടണിലും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഫൈനലി വി ഗെറ്റ് ഇറ്റ് ആസ് 88.296 ഇൻറ്റു കിലോ ന്യൂട്ടൺ മീറ്റർ നമുക്ക് ഫൈനലി കിട്ടും. ഓക്കെ, സോ അതാണ് നമുക്കവിടെ കിട്ടുക.
അതല്ലാതെ തന്നെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു മെത്തേഡ് കൂടിയുണ്ട്, നമുക്ക് അതിലും കൂടെ ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, എം യു ലിമിറ്റ് ഓവർലി റീഇൻഫോഴ്സ്ഡ് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. എം യു ലിമിറ്റ് ഇസ് ഈക്വൽ ടു എം യു ഇസ് ഈക്വൽ ടു 0.36 FCK ഇൻറ്റു ബി ഇൻറ്റു എക്സ് യു മാക്സ് ബ്രാക്കറ്റിൽ ഡി മൈനസ് 0.42 ഇൻറ്റു എക്സ് യു മാക്സ് ആണ് നമ്മുടെ ഫോർമുല. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടും അല്ലേ, ഡയറക്റ്റായിട്ട് കിട്ടും. എത്രയാണ് 0.36 20 ഇൻറ്റു 200 ഇൻറ്റു 0.48 ഇൻറ്റു 400 ഇൻറ്റു ഡി 400 ആണ് മൈനസ് 0.42 ഇൻറ്റു എക്സ് യു മാക്സ് എഴുതുമ്പോൾ 0.48 ഇൻറ്റു ഡെപ്ത് കൂടെ ചെയ്യണം ഇൻറ്റു 400 വിച്ച് ഇസ് ഈക്വൽ ടു ഫൈനലി നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. സോ രണ്ട് കേസസിലുമുള്ള ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക, ഈ പ്രോബ്ലംസൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഓൾ.